ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. വലിയ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ ചെറിയ ഭാഗങ്ങൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ കാലത്ത് തന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ആങ്ങളേൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ട് പോകാട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ലോങ് വീഡിയോ ആയിട്ട് ഇടാനുള്ള ലെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറെ വീഡിയോസും ഈ വീഡിയോസൊക്കെ കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ആക്കിയെന്നുള്ളൂ. കാരണം നമുക്ക് ലോങ് വീഡിയോ ഇടാണ്ടിരുന്ന നമ്മുടെ വ്യൂവേഴ്സൊക്കെ കുറയാണ് കേട്ടോ. അതുകൊണ്ടാണ് വ്ളോഗായിട്ട് ഇടുന്നത്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ഒരു ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ട് കേട്ടോ. വയനാട്ടിൽ ദുരന്തം ബാധിച്ചില്ല, അവിടേക്കുള്ള ഒരു കൈസഹായം എന്ന രീതിയിൽ ബിരിയാണി ചലഞ്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ പോകുമ്പോൾ ബസ്സിനാട്ടോ പോയത്. ഇവിടെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം. അപ്പോൾ അതുകൊണ്ടാണ് ബസ്സിന് പോയത് കേട്ടോ. കുറേ ലോങ്ങൊക്കെ പോയി എന്തായാലും ഞാൻ ഛർദ്ദിക്കും. പിന്നെ വരുമ്പോൾ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാലത്ത് ഒഴിവിലേക്കൊക്കെ ചിക്കൻ കടയിൽ നിന്ന് കല്യാണത്തിൻ്റെ ഒരു ഓർഡർ കൊടുക്കാണ്ടായിരുന്നു. അതുകൊണ്ട് കാലത്ത് ഞാൻ ബസ്സിനാണ് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ആങ്ങളെ നടുവിലിരിക്കുന്നത്, അപ്പുറത്ത് വൈഫും ആളുടെ കുട്ടിയും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പുറത്തൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. ചെന്നപ്പോൾ അധികം ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ നമ്മുടെ റിച്ചൂസും തക്കുടൂസിൻ്റെ പരിപാടി അറിയാമല്ലോ, എവിടെ ചെന്നാലും ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് അവർ കുറേ ബലൂണൊക്കെ എടുത്തിട്ട് വലിച്ചു വാരി നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നടന്നോട്ടേ വെച്ചു, കാരണം ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് വേണ്ടവരെ പിടിക്കാനൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ അവരെ പാട്ടിന് ഇഷ്ടമുള്ള പോലെ നടന്നോട്ടെ. വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും അടച്ചു പൂട്ടിയിരിക്കല്ലോ, ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴല്ലേ അവരുടെ ഇഷ്ടത്തിനൊക്കെ ഇറങ്ങി നടക്കുക. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവരെ ഫ്രീ ആക്കി വിട്ടേക്കുക കേട്ടോ. കേക്ക് മുറിക്കണ നേരത്തുള്ള ഫോട്ടോസും വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാനും അവരുടെ അടുത്തേക്ക് പോയി സ്റ്റേജിലേക്ക് കേക്ക് മുറിക്കണോടത്തേക്ക്, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കേക്കൊക്കെ തക്കൂട് കഴിക്കാൻ അവിടെ ഇരുന്നിട്ട് പിന്നെ അവരെ കയ്യിലൊക്കെ ഇരിക്കുന്നത് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന സാധനങ്ങളാട്ടോ അവരെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. അതും കുറച്ച് നേരം പിടിച്ച് കളിച്ച് നടന്നിരുന്നു അവർ. പിന്നെ ഫുഡ് കഴിക്കേണ്ട സമയമായി. ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായി വിശക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. കുറച്ചാ കഴിച്ചുള്ള വിശക്കുണ്ടെങ്കിൽ തന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജിൻ്റെ ബാക്കിൽ ഉണ്ണിക്ക് കിട്ടിയ കുറേ ഡ്രസ്സും ടോയ്സും അങ്ങനെയൊക്കെ കുറേ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കെട്ടിയവൻ വന്നു. അപ്പോൾ അത് അളിയനും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോണ നേരത്താണ് ഞാൻ ജ്യൂസ് കുടിച്ചത്. എനിക്ക് നന്നായി ദാഹമായിരുന്നു, അതുകൊണ്ടാണ് ഫുഡ് അധികം കഴിക്കാൻ പറ്റാഞ്ഞത്. കുറേ വെള്ളമൊക്കെ കുടിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ രാത്രിക്കുള്ള ഫുഡൊക്കെ കൈപിടിച്ചു. പിന്നെ ഞങ്ങളിത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കട്ടെ. കുറേ ദിവസമായി അങ്ങോട്ടൊക്കെ പോയിട്ട്. പ്രഗ്നൻ്റ് ആയിട്ട് 1-2 വട്ടമാണ് ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ. പിന്നെ ഇന്നാട്ട പോണത്. റിച്ചൂസിന് ഉറക്കം മതിയായിട്ടില്ല കേട്ടോ. അതാണ് കോട്ടുവായ കിടന്നത്. പിന്നെ തക്കുടൂസൊക്കെ അതാ ബാക്കിൽ വരുന്നുണ്ട്. ഇപ്പം എങ്ങോട്ട് പോകണമെങ്കിലും വണ്ടീൻ്റെ ഫ്രണ്ടിലിരിക്കാൻ വേണ്ടി റിച്ചും തക്കുടും കൂടി എപ്പോഴും അടിയാണ് കേട്ടോ. രണ്ടാളും കൂടി എപ്പോഴും ഞാൻ ഫ്രണ്ടിലിരിക്കും മണ്ടുള്ള അടി കൂടലാണ് കേട്ടോ എപ്പോഴും. ഞാൻ ആലോചിക്കുക, ഞാൻ ഇതിനെല്ലാ വീഡിയോയിലും ഇങ്ങനെ ചിരിക്കണം നന്നായിട്ട് ഞാൻ ആലോചിക്കുക. പക്ഷെ എല്ലാവരും ചിരിക്കാണ്ടിരുന്നാലല്ലേ എന്തെങ്ങനെ വിചാരിക്കുക. പക്ഷെ ഞാൻ എപ്പോഴും ചിരിച്ചിട്ടാട്ടെ വീഡിയോയിൽ. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ നന്നായി ചിരിച്ചിട്ട് നിൽക്കുകയാണ് എന്താണേലും അങ്ങനെ. പിന്നെ പോണ വഴിക്ക് തന്നെ കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബജ്ജികൾ, കായ ബജ്ജി അങ്ങനത്തെ സംഭവമില്ല, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് നന്നായി വിശക്കുണ്ടായിരുന്നു. വിശന്നപ്പോൾ ഞാൻ ഒരു റോള് വാങ്ങിയിട്ടാ, മറ്റേ നമ്മുടെ ഷവർമ റോള് പോലത്തെ. അധികം ചിക്കനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സബോളയാണ് കൂടുതലുണ്ടായിരുന്നത്. പക്ഷെ അത് വാങ്ങിച്ചിട്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് എന്തോ ഭയങ്കര സബോള കുത്തി നിറച്ച് വെച്ചേക്കുക. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകത്തോണ്ടെങ്കിൽ ഒരു തുണ്ട് കഴിച്ചിട്ട് ബാക്കി തക്കുടൂനാട്ടോ കൊടുത്തത്. പിന്നെ തക്കുടൂനൊക്കെ ഇഷ്ടമായി, അവരൊക്കെ കഴിച്ച് നടക്കണ്ടായിരുന്നു. റിച്ചൂസും പിന്നെ നടക്കണ്ടായിരുന്നു. പിന്നെ ഇത് പമ്പാണ് കേട്ടോ. ഇത് ഇക്കാൻ്റെ വീടിൻ്റെ അവിടേക്ക് എത്താനായിട്ട് മുമ്പുള്ള പമ്പാണ്. വണ്ടിയിൽ എണ്ണ അടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ റിച്ചുവിനെ കണ്ടപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി കളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ റിച്ചു ഓടി പേടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇക്കാൻ്റെ വീട്ടിലേക്ക് എത്തി. വരുമ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഇക്കാൻ്റെ വീട്ടിലേക്ക് പോയി. കുറേ കാലത്തിന് ശേഷമാണ് പോണത് പറഞ്ഞില്ല ഞാൻ. പിന്നെ വല്യമാനൊക്കെ കണ്ട് എല്ലാവരെയും കണ്ടു. അപ്പോൾ ഇത്രയ്ക്കുള്ള പുതിയ വീഡിയോ വരാനായിട്ട് ബൈ.